ഹലോ, ഇന്ന് നമ്മളിതൊരു യാത്രയ്ക്ക് പോവാണ്. ഞാൻ ക്രിസ്മസിന് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അതിൽ ചെറിയൊരു പാളിച്ച പറ്റിയപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ഒരുങ്ങിയത് കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആറും ഉണ്ട് ഇന്ന് നമ്മുടെ കൂടെ. കാർത്തിക്ക് ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത്, ഞങ്ങൾ മൂന്നുപേരും അപ്പോൾ ബാക്കിൽ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ ചെറിയ കാറിൽ കയറി ചെറിയൊരു ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കാർത്തിക്കിനോട് തിരിയാൻ പറഞ്ഞപ്പോൾ ഇത്രയും സ്പീഡിൽ മതിയോ എന്ന് ചോദിച്ചുള്ള തിരിയലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ വണ്ടി ഓടി ആലപ്പുഴയിൽ എത്തിയപ്പോൾ അതാ മദ്രാസ് വെജിറ്റബിൾസിന്റെ വതിക്ക് വന്നപ്പോൾ പിന്നെ നമുക്കൊന്നും കഴിക്കാതെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ കിട്ടിയ ബലൂൺ വെച്ച് കാർത്തിക്ക് ഓടി നടന്ന് കളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ മെനു ഒക്കെ നോക്കി. എത്ര മെനു നോക്കിയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഇവിടുത്തെ മസാല ദോശയിൽ തന്നെ വന്ന് അവസാനിക്കും. ബിക്കോസ് ഇവിടുത്തെ മസാല ദോശയുടെ റിവ്യൂ അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ പിന്നെ വാങ്ങിച്ച മസാല ദോശയൊക്കെ നമ്മളിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കൃതിയാണ് എൻ്റെ കയ്യിൽ. ഇന്ന് കൃതിയെ വണ്ടിയിൽ വെച്ച് ഉറങ്ങിയിട്ട് പാറുവിൻ്റെ കയ്യിലിരുന്നാണ് ഉറങ്ങുന്നത്. എടുക്കണമെന്ന് വെച്ചപ്പോൾ പാറു അത് വേണ്ട, അക്ക കഴിച്ചോ, ഞാൻ എടുത്തോളാം. അങ്ങനെ പിന്നെ കൗണ്ടറിൽ വന്ന് സ്വീറ്റ്സ് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളി. എന്നെ ഷുഗർ കുറയ്ക്കേണ്ടതുകൊണ്ട് ഞാൻ സ്വീറ്റ്സ് മേടിച്ചില്ല. കൃതിക്ക് പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച്. കാർത്തിക്കിൻ്റെ ഐസ്ക്രീം തീർന്നപ്പോൾ കൃതിയെ സോപ്പിടാൻ വന്നിരിക്കുകയാണ് കേട്ടോ, കുറച്ച് ഐസ്ക്രീം താന്നും പറഞ്ഞു. എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഇവരുടെയൊക്കെ വീഡിയോ എടുത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇത് ഇവിടുന്ന് കിട്ടിയ 3 ബലൂണാണ്. അങ്ങനെ നമ്മൾ ആ ബലൂൺ വാങ്ങിച്ചുകൊണ്ട് നേരെ വണ്ടി വിട്ടത് നമ്മുടെ ആലപ്പുഴയിലോ ഭീമായിലോട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരുടെ പഴയ ഷോപ്പിലാണ് ഞാൻ വന്നിട്ടുണ്ട്. ഈ പുതിയ ഷോപ്പിൽ ഞാൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ എൻട്രൻസിൽ അവിടെ ചെയ്തു വെച്ചിരുന്ന ഒരു വർക്ക്, സത്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം ഞാൻ സ്റ്റക്കായി ഇങ്ങനെ നിന്നു 10 മിനിറ്റ്. എന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ സിൽവറിൻ്റെ കാറ്റഗറിയിലോട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൃതിക്ക് പാസരമൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കൊലുസ് അങ്ങനെയല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്, ചിലടത്ത് കൊലുസെന്നാണല്ലോ പറയുന്നത്. കൃതിയെ അവിടെ കിട്ടിയ കൂട്ടുകാരെ കൊണ്ട് സെറ്റ് ആയപ്പോഴത്തേക്ക് ഞാനും പാറും കൂടെ കുറച്ച് ഫോട്ടോഷൂട്ട് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ അത് അവർ നമുക്ക് വേണ്ട സാധനങ്ങൾ കുറച്ചൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ബില്ലടിക്കുന്ന പരിപാടിയാണ്. ആ സമയം കൊണ്ട് പിന്നെയും കൃതിയെ കണ്ണാടി കണ്ട കൃതിയെ വിടത്തില്ല കേട്ടോ. എന്നെ പോലെ അല്ല, പുള്ളിക്കാരി ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ കണ്ണാടിയിൽ തുള്ളിച്ചാടുന്ന അത് ആ സമയം കൊണ്ട് തന്നെ ഞാനും പാറും പിന്നെയും കുറേ എന്തൊക്കെയോ മാലകൾ. ഈ മാലയ്ക്കൊക്കെ എന്ത് പേരാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. കുറേയൊക്കെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നോക്കി വെച്ചാൽ അത് ആ മല ഈ മല എന്നൊക്കെ പറഞ്ഞിട്ട് ജെൻസിൻ്റെ ആണെന്ന് തോന്നല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഷോപ്പിലാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ വരേണ്ട ആവശ്യം വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് ആ ഷോപ്പിൽ വന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ കയറിയ സമയം കൊണ്ട് കൃതി അത് അവിടെ നിന്ന് ഒരു തൊപ്പിയൊക്കെ അടിച്ച് കൃതി അങ്ങ് സെറ്റിലായി. പിന്നെ കൃതിയൊക്കെ അംഗനവാടി പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോട്ടൺ ഫ്രോക്സ്, ചൂടായതുകൊണ്ട് ഇത്തരം മതിയല്ലോ, ഹെവി ആയിട്ടുള്ള ഫ്രോക്ക് വേണ്ടാന്ന് കരുതി നമ്മൾ ഇങ്ങനത്തെ 3-4 ഫ്രോക്കൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ദാണ്ടേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.